എല്ലാവർക്കും നമസ്കാരം. കെന്നത്ത് ആൻഡേഴ്സന്റെ എൻ്റെ പ്രേതാനുഭവങ്ങൾ എന്ന കഥയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് കീഴെ പിൻ ചെയ്തു വെക്കുന്നുണ്ട്. ഇത്തവണ ആൻഡേഴ്സൺ പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 4 മതങ്ങളെക്കുറിച്ചും അവരുടെ ഇടയിൽ നടക്കുന്ന ദുരാചാരങ്ങളെക്കുറിച്ചുമാണ്. അതായത് ഡാർക്ക് സൈഡുകളെക്കുറിച്ച്. ഒരു മതത്തെയും അദ്ദേഹം വിട്ടുവെച്ചിട്ടില്ല. ജൂതമതം, ക്രിസ്ത്യൻ മതം, ഹിന്ദുമതം, ഇസ്ലാം മതം, അങ്ങനെ എല്ലാ മതങ്ങളിലെയും ഇരുണ്ട വശങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വെൽക്കം ബാക്ക്. ഞാൻ കാടുകളിൽ ചെലവഴിച്ച വർഷങ്ങളിൽ എനിക്ക് പ്രകൃത്യാതീത ശക്തികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ സത്യമാണോ അതോ വെറും സാങ്കല്പികമാണോ അതുമല്ലെങ്കിൽ അതിര് കടന്ന ഭാവനയുടെ ഫലമാണോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രകൃത്യാതീത ശക്തികളെ വേട്ടയുമായിട്ടും വനവുമായിട്ടും ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ എല്ലാ കാലവും അങ്ങനെയാണ് കണ്ടുവരുന്നത്. എന്നെക്കാളും പരിചയസമ്പന്നരായിട്ടുള്ള മറ്റു വേട്ടക്കാരും ഇത്തരത്തിലുള്ള ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കവരെ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരിക്കൽ കൽഹട്ടി ഫോറസ്റ്റ് ബംഗ്ലാവിലെ മരിച്ചുപോയ കാവൽക്കാരനെ ഞാൻ കണ്ടതുപോലെ വിശദീകരിക്കുവാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ എനിക്ക് വേറെയും ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളുമായിട്ടുള്ള ചർച്ചകൾക്കിടയിൽ അവരോടൊക്കെ ഞാൻ ഇത്തരം കഥകൾ പറഞ്ഞിട്ടുമുണ്ട്. ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. എൻ്റെ മകൻ ഡൊണാൾഡും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഇതെഴുതുന്ന ഈ കടലാസ് ഷീറ്റ് എങ്ങനെ കാണുന്നുവോ അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ആ വാച്ച്മാനെ വളരെ വ്യക്തമായിട്ടും കണ്ടതാണ്. പക്ഷെ വാസ്തവത്തിൽ അയാളെ വർഷങ്ങൾക്ക് മുൻപ് വെടിവെച്ച് കൊന്ന് കുഴിച്ചു മൂടിയതായിരുന്നു. ഒരു പുരാതന ക്ഷേത്രത്തിൽ നിന്നും പഴയ വിളക്ക് മോഷ്ടിച്ച ക്യാപ്റ്റൻ നെയ്ഡിന്റെ കഥയും പറയേണ്ടതുണ്ട്. അദ്ദേഹം പനി ബാധിച്ച് മരിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ വിളക്ക് അത് ഇരുന്നയിടത്ത് തിരികെ എത്തിച്ചപ്പോൾ മാത്രമാണ് അയാൾ സുഖം പ്രാപിച്ചത്. അതുപോലെ അതേ പ്രദേശത്ത് ദുരാത്മാക്കൾ അല്ലെങ്കിൽ പ്രേതങ്ങൾ ബാധിച്ച ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കല്ലുകൾ ഛർദ്ദിച്ചിരുന്നു. ഞാനത് നേരിൽ കണ്ടതാണ്. മതവിശ്വാസിയായിട്ടുള്ള ഒരു വൈദ്യൻ അവളെ സുഖപ്പെടുത്തിയതും ഞാൻ നേരിൽ കണ്ടതാണ്. ഈ 2 സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ഞാൻ മുൻ പുസ്തകമായ ടൈഗർ റോസിൽ വിവരിച്ചിട്ടുണ്ട്. ആ കഥ നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പാർട്ട്. വീഡിയോ ലിങ്ക് കമന്റിലും വീഡിയോയുടെ കീഴെയും പിൻ ചെയ്യുന്നുമുണ്ട്. നിഗൂഢ ശക്തികളെക്കുറിച്ച് പറയുവാൻ ഞാൻ അത്ര അറിവൊന്നും ഉള്ളവനല്ല. ഒന്നും അറിയാത്തൊരു വിഷയത്തിൽ ആരെങ്കിലും വലിയ അറിവോട് കൂടിയിട്ട് അഭിപ്രായം പറയുന്നത് മഹാവിഡ്ഢിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ ചില വിശ്വാസങ്ങൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നോട് വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമല്ല ഇത്. സത്യത്തിൽ ഇനി പറയുന്ന കഥകൾക്കും എനിക്ക് വാസ്തവത്തിൽ ഉത്തരമില്ല. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കു ഭാഗത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള ഒരു ജോഡി ദുരാത്മാക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്ത്രീയെ തമിഴ് ഭാഷയിൽ മിനിസ്പുരം എന്നും മലയാളത്തിൽ യക്ഷി എന്നും വിളിക്കുന്നു. സ്ത്രീക്ക് മനുഷ്യരോട് പ്രത്യേകിച്ചും പുരുഷന്മാരോട് വലിയ ശത്രുതയുണ്ട്. കൂടാതെ വലിയ അപകടകാരിയുമാണെന്ന് സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെടുന്നു. മറ്റു സ്ത്രീകളോടും അവർ ശത്രുത കാണിക്കും. അതേസമയം പുരുഷ പ്രേതം തമിഴരുടെ വിശ്വാസപ്രകാരം പൊതുവെ നിരുപദ്രവകാരികളാണ്. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ വിചാരിക്കുന്നത്? എന്നാൽ മലയാളികൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു. യക്ഷികളും ഗന്ധർവന്മാരും ഒന്നുപോലെ അപകടകാരികളാണെന്ന് അവർ പറയുന്നു. മിനിസ്പുരങ്ങൾക്ക് ഏത് രൂപമോ ആകൃതിയോ സ്വീകരിക്കുവാനായിട്ട് കഴിയും. മൃഗമായിട്ടോ മനുഷ്യനായോ മാറുവാൻ അവർക്ക് കഴിയുമെന്ന് തമിഴർ വിശ്വസിക്കുന്നു. മങ്ങിയ വെളുപ്പ് നിറത്തിലോ അല്ലെങ്കിൽ ഇരുണ്ട ഉയരമുള്ള തൂണുകൾ പോലെയോ ആണ് അവർ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറ്. പക്ഷേ പൊതുവെ സൗന്ദര്യബോധമുള്ള മലയാളികൾ പറയുന്നത് യക്ഷികൾ വളരെ ഭംഗിയുള്ള നഗ്നമായിട്ടുള്ള മാറിടങ്ങളും പ്രദർശിപ്പിച്ച് അരയ്ക്ക് താഴെ അർത്ഥസുതാര്യമായിട്ടുള്ള ലുങ്കി ധരിക്കുന്ന നീണ്ട മുടിയുള്ള സുന്ദരികളാണെന്നാണ്. ഈ നീണ്ട മുടി മുതുകിലൂടെ താഴേക്കൊഴുകി ഈ ആത്മാക്കളുടെ സവിശേഷതയായിട്ടുള്ള പൊള്ളയായിട്ടുള്ള പുറം മറയ്ക്കുന്നു. ഇങ്ങനെയാണ് അവർ പ്രത്യക്ഷപ്പെടാറ്. രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു പുരുഷൻ, പ്രത്യേകിച്ചും അയാൾ ഒരു യുവാവാണെങ്കിൽ, ഈ ദുരാത്മാവിനെ കണ്ടുമുട്ടിയെന്ന് വരാം. അങ്ങനെ യക്ഷിയെ കണ്ടുമുട്ടിയാൽ അവൾ അവനെ പ്രലോഭിപ്പിക്കും. അവസാനം തലയിലോ മുതുകിലോ ശക്തമായിട്ടുള്ള ഒരു അടി കൊടുക്കും. അടിയേറ്റയാൾ അതോടെ രക്തം ഛർദ്ദിക്കുവാൻ തുടങ്ങും. 24 മണിക്കൂറിന്റെ ഉള്ളിൽ മരിക്കുകയും ചെയ്യും. മറ്റു ചിലരെ കിണറുകളിലെയോ കുളങ്ങളുടെ അരികിലേക്ക് നയിച്ച് അതിന്റെ അകത്തേക്ക് തള്ളിയിടും. സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുടെ രൂപത്തിൽ 2 യക്ഷികളെ കണ്ടുമുട്ടിയ 2 നമ്പൂതിരിമാരുടെ കഥയുണ്ട്. അവരോട് ഈ 2 സ്ത്രീകളും സംസാരിച്ചു. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് നമ്പൂതിരിമാരെ ക്ഷണിച്ചു. അവർ പ്രലോഭനം മൂത്ത് പിന്നാലെ പോയി. വഴിയിൽ കണ്ടുമുട്ടിയ 2 പെൺകുട്ടികളും താമസിച്ചിരുന്ന വീട് വളരെ വലുതും മനോഹരവുമായിരുന്നു. നമ്പൂതിരിമാർ ഓരോരുത്തരും ഓരോ പെൺകുട്ടികളുമായിട്ട് ഓരോ മുറിയിൽ കയറി. പക്ഷേ ചില കാരണങ്ങളാൽ അവരിൽ ഒരാൾക്ക് ഒരു പരിഭ്രമം തോന്നി. പെൺകുട്ടിയെ പ്രാപിക്കുന്നതിനു പകരം അയാൾ തന്റെ ഏലസ് കയ്യിൽ മുറുക്കി പിടിച്ചു. അതിൽ ഹ്രീം എന്ന വിശുദ്ധ വാക്ക് ആലേഖനം ചെയ്ത ഒരു താളിയോലയുണ്ടായിരുന്നു. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്നും ഒരു പൊട്ടിച്ചിരിയുടെ ശബ്ദം കേട്ടു. അത് പൊടുന്നനെ നിലയ്ക്കുകയും ചെയ്തു.
തുടർന്ന് എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്ന ഒച്ച കേട്ടു. ഈ പെൺകുട്ടി ബ്രാഹ്മണ പുരോഹിതനെ സ്പർശിച്ചില്ല. പകരം തന്റെ നഗ്നശരീരം തുറന്നു കാട്ടി ഏലസ് വലിച്ചെറിഞ്ഞ് തന്നെ പ്രാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ ഇത്തവണ ബ്രാഹ്മണ പുരോഹിതന് സംശയമുണ്ടായി. അയാൾ തന്റെ ഏലസും മുറുകെ പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. പൊടുന്നനെ അടുത്ത മുറിയിൽ നിന്നും ഉയരുന്ന കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദങ്ങൾ നിലച്ചു. പെൺകുട്ടി ദേഷ്യത്തോടെ ബ്രാഹ്മണ പുരോഹിതനെ ഉച്ചത്തിൽ അധിക്ഷേപിക്കുകയും മുഖത്തെ ഇടിക്കുകയും പൊടുന്നനെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ വീടും അതോടെ അപ്രത്യക്ഷമായി. തന്റെ സുഹൃത്തിന്റെ ഛിന്നഭിന്നമായിട്ടുള്ള ശരീരവും അയാളും മാത്രം ആ ഇരുട്ടിൽ അവശേഷിച്ചു. രക്തരക്ഷസ് എന്ന വിശ്വാസം ലോകത്തിൽ പലയിടത്തും ഉണ്ടെങ്കിലും ചില വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട്. അതുപോലെ സമാനതകളും. യൂറോപ്യൻ രക്തരക്ഷസുകളെ പോലെ ഇന്ത്യൻ രക്തരക്ഷസുകളും രാത്രിയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് രക്തം കുടിച്ച് പകൽ മുഴുവനും ഉറങ്ങുന്നവരാണ്. രാത്രികാലങ്ങളിൽ ഏകനായിട്ട് നടന്നു പോകുന്ന മനുഷ്യരെ ഇവർ പിന്തുടരും. അയാൾക്ക് സംശയം തോന്നി നടത്തം നിർത്തുമ്പോൾ ഇവരും നിൽക്കും. അയാൾ വീണ്ടും നടക്കുമ്പോൾ രക്തരക്ഷസും പിന്നാലെ പോകുന്നു. ആ മനുഷ്യൻ തന്റെ ലക്ഷ്യസ്ഥാനത്തോട്, അതായത് വീടിനോട് ഏകദേശം 100 വാരയോളം ദൂരം എത്തുമ്പോൾ രക്തരക്ഷസ് അയാളെ പിന്നിൽ നിന്നും അടിക്കും. പിന്നെ അവന്റെ മാംസം കീറി മുറിച്ച് ആഹരിക്കും. ഇതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് മറ്റൊരു ഉപായമുണ്ട്. വളരെ പവിത്രമായിട്ടുള്ള ഒരു മന്ത്രവാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച കത്തി ഉപയോഗിച്ച് രക്ഷസിനെതിരെ തിരിയുക. ഇതു മാത്രമാണ് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം. അപ്പോൾ അടിയേറ്റ മൃഗത്തെ പോലെ ആ രക്തരക്ഷസ് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേൾക്കാം. അത് നിലത്ത് വീഴും വരെ മന്ത്രം ചൊല്ലി കത്തികൊണ്ട് ആവർത്തിച്ചു കുത്തണം. ഒടുവിൽ അത് രക്തത്തിൽ കുളിക്കും, പിന്നെ അപ്രത്യക്ഷമാകും. അങ്ങനെയും പറയപ്പെടുന്നു. അതുപോലെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ഒരു പ്രത്യേക ജനസിലുള്ള ആത്മാവിനെ വെച്ച് മാറുവാനായിട്ട് സമ്മതിച്ചാൽ അയാൾക്ക് ബിസിനസ് ഉൾപ്പെടെ ഏർപ്പെടുന്ന ഏതു മേഖലയിലും ഉന്നത വിജയവും മികച്ച വ്യാപാരവും നിരവധി ഭാഗ്യങ്ങളും കിട്ടുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഭർത്താവ് ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞ് ജീവിക്കണം. കൂടാതെ അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും പാടില്ല. വേണമെങ്കിൽ അവളോട് സംസാരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ചിരുന്ന് ആഹാരവും കഴിക്കാം. അതിന് മാത്രമേ അനുവാദമുള്ളൂ. ഈ കർമ്മം ഒരു ദമ്പതികൾ ആചരിക്കുവാനായിട്ട് തീരുമാനിച്ചാൽ ഭാര്യ ഭർത്താവിൽ നിന്നും വേറിട്ട് മറ്റൊരു വീട്ടിൽ താമസിക്കണം. എല്ലാ രാത്രിയും 9 മണിയാകുമ്പോൾ വീടിന്റെ വാതിലുകളും ജനാലകളും ഭദ്രമായിട്ട് അടച്ച ശേഷം അവൾ ഒരു ജനാല പോലും ഇല്ലാത്ത തന്റെ കിടപ്പുമുറിയിലേക്ക് പോകണം. താമസിയാതെ ഒരു മങ്ങിയ മൂടൽ മഞ്ഞ് ആ മുറിയിൽ രൂപപ്പെടും. ക്രമേണ അത് ഭർത്താവിന്റെ രൂപമെടുക്കും. ആ മൂടൽ മഞ്ഞിൽ നിന്നും അവളുടെ ഭർത്താവിന്റെ രൂപം കൈക്കൊണ്ട ദുരാത്മാവ് പുറത്തേക്ക് വരുന്നു. പുലർച്ചെ 3 മണി വരെ അവൻ അവളോടൊപ്പം ഉണ്ടാകും. മാന്യരായിട്ടുള്ള എല്ലാ ആത്മാക്കളും അവർ വന്നതുപോലെ തന്നെ അരൂപിയായിട്ട് നേരം പുലരും മുൻപേ അവിടെ നിന്നും പോകും. അതേസമയം മാന്യത കുറഞ്ഞ പുരുഷന്മാരാകട്ടെ ജാര സംസർഗത്തിന് ശേഷം ഷൂസും കയ്യിൽ പിടിച്ച് നേരെ വീട്ടിലേക്ക് ഓടുന്നു. വർഷങ്ങൾക്ക് മുൻപ് റങ്കൂണിൽ നിന്നും വന്ന ഒരു ജൂത കുടുംബത്തെ എനിക്ക് അറിയാമായിരുന്നു. അയാൾക്ക് ഹാർഡ്വെയറിന്റെ ബിസിനസ് ആയിരുന്നു. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. ദീർഘകാലമായിട്ട് അവർ വിവാഹ ജീവിതം നയിക്കുന്നു. എന്നാൽ അയാളുടെ ബിസിനസ് ഒന്നിനൊന്നിന് വളരെ മോശമായി. ഒടുവിൽ അവർ മേൽ പറഞ്ഞതുപോലെ ഒരു ആത്മഭർത്താവുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ സ്ത്രീക്ക് 3 മക്കളുണ്ടെങ്കിലും അതീവ സുന്ദരിയായിരുന്നു. അവളാണോ ഈ ഉടമ്പടിക്ക് മുൻകൈ എടുത്തത് അതോ ബിസിനസ്സിൽ പരാജയപ്പെട്ട ഭർത്താവാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ ഉടമ്പടി എടുത്തു. ഈ ആചാരത്തിന്റെ നിയമങ്ങൾ പ്രകാരം അവൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. കൃത്യം 9 മണിക്ക് വാതിലടച്ചു. പുലർച്ചെ 3 വരെ പ്രേത ഭർത്താവിനെ ആസ്വദിച്ചു. ഭൂമിയിലെ ഭർത്താവും 3 കുട്ടികളും രാത്രി മുഴുവനും വേറൊരു വീട്ടിലാണ് ഉറങ്ങാറ്. പകൽ സമയത്ത് മാത്രം അവളെ സന്ദർശിക്കും. ക്രമേണ അയാളുടെ വ്യാപാരം വളരെയേറെ മെച്ചപ്പെട്ടു. അവർ തൊട്ടതെല്ലാം പൊന്നായിട്ട് മാറി. ഏറെ താമസിയാതെ അവർ റങ്കൂണിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് അരുതാത്തത് സംഭവിച്ചു. ഭൂമിയിലെ ഭർത്താവും ഭാര്യയും ആ സമയം ഒരുമിച്ചായിരുന്നു. കുട്ടികൾ പുറത്തേക്ക് കളിക്കുവാനായിട്ട് പോയിരുന്നു. ഈ ഭാര്യ അപ്പോഴും അതീവ സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ്. പഴയ ശീലങ്ങൾ മറക്കുവാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. ഇരുവരും തമ്മിൽ അത്രമാത്രം ആത്മബന്ധമുണ്ടായിരുന്നു. അന്ന് പകലിൽ അവർ ഒരുമിച്ചു. ഉടമ്പടി ലംഘിക്കപ്പെട്ടു. എന്നാൽ അന്ന് രാത്രി 9 മണിക്ക് ശേഷം ഭാര്യാഗ്രഹത്തിൽ വലിയൊരു ബഹളമുണ്ടായി. പ്രേത ഭർത്താവ് പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. കോപം കൊണ്ടയാൾ ജ്വലിച്ചു. അവളെ മാരകമായിട്ട് പ്രേതം മർദ്ദിച്ചു. ഇനി ഒരിക്കലും താൻ ഇവിടെ വരില്ലെന്ന് പറഞ്ഞ് ആ പ്രേതം പോയി. പിന്നെ അവൻ അവിടേക്ക് വന്നിട്ടില്ല. അതോടെ ആ കുടുംബത്തിൽ ഇന്നുവരെ നിലനിന്നു വന്ന സകല സൗഭാഗ്യങ്ങളും ഇല്ലാതായി. ബിസിനസ് പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു. ഒടുവിൽ എല്ലാം വിൽക്കേണ്ടിയും വന്നു. ഒരു കാലത്ത് റങ്കൂണിലെ ഏറ്റവും സമ്പന്നരായ അവർ പിന്നീട് റങ്കൂണിലെ ഏറ്റവും ദരിദ്ര കുടുംബങ്ങളിൽ ഒന്നായിട്ട് മാറി. ഇതുപോലെ രാത്രിയിൽ ആത്മഭാര്യമാർ വരുന്ന കഥകളും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവർ സമ്പത്ത് കൊണ്ടുവരാറുണ്ടോ അതോ ഭൂമിയിലെ ചില ഭാര്യമാർ മൂലം കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങളും പ്രശ്നങ്ങളുമാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. ദുർമന്ത്രവാദത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് എന്നോട് പലരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒസ്സി ബ്രൗണിന്റെ കേസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദുരാത്മാക്കളിൽ വിശ്വാസമില്ലാത്ത ഞാൻ തന്നെയാണ് അത് കണ്ട അമ്പരന്ന സാക്ഷി. ഏകദേശം 20 വർഷം മുൻപാണ് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യം ചെയ്തതിൻ്റെ കുറ്റബോധം എനിക്ക് അന്നുണ്ടായിരുന്നു.
പക്ഷെ ഞാൻ ആ വ്യക്തിയെ ദ്രോഹിച്ചതുകൊണ്ടാണോ അതോ മറ്റൊരാളുടെ സ്വാധീനം മൂലം ചെയ്തതാണോ എന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. എനിക്കതിൽ കുറ്റബോധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 2 ആഴ്ചയിലേറെയായിട്ട് എനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടാകുവാൻ തുടങ്ങി. കൃത്യം രാത്രി 3 മണിക്ക് ആരോ അല്ലെങ്കിൽ എന്തോ എൻ്റെ തൊണ്ടയിൽ കുത്തിപ്പിടിക്കും പോലൊരു തോന്നൽ. ഭയപ്പെട്ട് ശ്വാസവും മുട്ടി വല്ലാത്തൊരു വിമ്മിഷ്ടത്തോടെ ഞാൻ ഞെട്ടി ഉണരും. അപ്പോൾ എൻ്റെ മുറിയുടെ ജനാലയ്ക്ക് പുറത്ത് ആർമി ബൂട്ടിട്ട് വളരെ സാവധാനം നടക്കുന്ന ഒരാളുടെ കനത്ത കാലച്ചുകളും കേൾക്കും. ഒന്നിലധികം സന്ദർഭങ്ങളിൽ വടിയുമായിട്ടും ചിലപ്പോഴൊക്കെ തോക്കും എടുത്തുകൊണ്ട് ഞാൻ ആ മുറിയുടെ പുറത്തേക്ക് കുതിച്ചിട്ടുണ്ട്. തെളിഞ്ഞ നിലാവെളിച്ചത്തിൽ ആരെയും ഒന്നിനെയും എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ആ പാദപതന ശബ്ദവും നിലച്ചിട്ടുണ്ടാവും. ഞാൻ മുറിയിലേക്ക് പ്രവേശിക്കുന്ന അടുത്ത നിമിഷം മുതൽ ആ കാലൊച്ചകൾ വീണ്ടും കേട്ടു തുടങ്ങും. അത് ഏകദേശം 10 മിനിറ്റോളം നീണ്ടു നിൽക്കുമായിരുന്നു. ഒരു രാത്രിയിൽ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. ഞാൻ പതിവ് പോലെ ശ്വാസം മുട്ടി എഴുന്നേറ്റു. പുറത്ത് കാലൊച്ചകൾ കേൾക്കുന്നുണ്ട്. പതിവ് പോലെ തോക്കുമായിട്ട് പുറത്തേക്കിറങ്ങി. എല്ലായിടത്തും തിരഞ്ഞു. ഒന്നും കാണുവാനില്ല. ഞാൻ തിരിച്ചു മുറിയിൽ വന്നതും കാലൊച്ചകൾ വീണ്ടും കേൾക്കുവാൻ തുടങ്ങി. വേഗം ജനൽ അടച്ചുപൂട്ടി. എല്ലാം വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. എങ്കിലും ഈ ശല്യത്തെ മനസ്സുകൊണ്ട് അവഗണിക്കുവാനായിട്ട് തീരുമാനിച്ച് ഇലക്ട്രിക് ലൈറ്റും ഓഫ് ചെയ്ത് ഞാൻ ബെഡിലേക്ക് കയറി. അടുത്ത നിമിഷം എൻ്റെ മോസ്കിറ്റോ കട്ടണിൽ മൃദുവായ എന്തോ ഒന്ന് തട്ടുകയും പിന്നെ അത് തറയിൽ വീഴുകയും ചെയ്തു. കട്ടിലിൽ നിന്നും വേവലാതിയോടെ ചാടി എഴുന്നേറ്റ് ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. അവിടെ നിലത്തായിട്ട് എൻ്റെ മുഷ്ടിയോളം വലിപ്പമുള്ള നനഞ്ഞ ഒരു ചെളിക്കട്ട കിടപ്പുണ്ടായിരുന്നു. അത് എവിടെ നിന്നുമാണ് വന്നത്? ഒരു പിടിയുമില്ല. ജനലാകട്ടെ അടച്ചിരുന്നു. എൻ്റെ ഭാര്യയും മക്കളും അടുത്ത മുറിയിൽ നല്ല ഉറക്കത്തിലുമാണ്. അവരുടെ വേലയുമല്ല. കാര്യങ്ങൾ ഇത്രയും ആയതോടെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ചു. സാധാരണയായിട്ട് ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒന്നാണ് അതിനുശേഷം ഞാൻ ചെയ്തത്. മഷി നോക്കി ഭാവി പറയുന്നതിൽ വലിയ പ്രശസ്തനായിട്ടുള്ള ഒരാൾ ബാംഗ്ലൂരിൽ താമസിക്കുന്നുണ്ട്. കളവ് പോയ വസ്തുക്കൾ വീണ്ടെടുത്ത് കൊടുക്കുന്നവൻ എന്ന പേരിലും വലിയൊരു ആഭിചാര ക്രിയക്കാരൻ എന്ന നിലയിലും അയാൾ പരക്കെ അറിയപ്പെട്ടിരുന്നു. അയാളെ കാണുവാനുള്ള ഫീസ് 1 രൂപയായിരുന്നു. ഏകദേശം 1 ഷില്ലിങ്ങും 4 പെൻസും വരും. അതുകൂടാതെ ഒരു വെറ്റിലയും അയാൾക്ക് കൊടുക്കണം. അതിൽ കൂടുതലോ കുറവോ ഒന്നുമില്ല. ഞാൻ ഈ മനുഷ്യനെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൻ ബുദ്ധിമാനായിട്ടുള്ള ഒരു തട്ടിപ്പുകാരനാണെന്നാണ് ഞാൻ അതുവരെയും വിചാരിച്ചത്. ഒടുവിൽ ഞാൻ അയാളെ കാണുവാൻ പോയി. അയാൾക്ക് വളരെ വലിപ്പമുള്ള കറുത്ത കണ്ണുകളും വലിയ കപ്പടാ മീശയും ഉണ്ടായിരുന്നു. ഇതല്ലാതെ അവനിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ അവൻ്റെ മുറിയിലേക്ക് ചെന്ന് 1 രൂപ ഒരു വെറ്റിലയിൽ വെച്ചു കൊടുത്തു. സത്യത്തിൽ ആ നിമിഷത്തിൽ ബാംഗ്ലൂർ നഗരത്തിലെ ഏറ്റവും വലിയ മണ്ടനായിട്ട് ഞാൻ മാറിയോ എന്നൊരു തോന്നലും എനിക്കുണ്ടായി. എന്നെ ഒരു നിമിഷം നോക്കിയ ശേഷം അയാൾ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു, രാത്രി കാലങ്ങളിൽ അജ്ഞാതമായിട്ടുള്ള ചില കാലൊച്ചകൾ കേട്ട് നീ വിഷമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത കാലത്ത് ഒരു ചെളിക്കട്ട നിന്റെ നേർക്ക് എറിഞ്ഞിരുന്നു. ആ വ്യക്തി ചോദിച്ചത് നൽകുവാനായിട്ട് നിങ്ങൾ തയ്യാറായില്ല. അയാൾ നിങ്ങൾക്കെതിരായിട്ട് ക്ഷുദ്രം ചെയ്തിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അയാൾ എൻ്റെ ശത്രുവിൻ്റെ പേരും രൂപവും എല്ലാം വിശദീകരിച്ചു. ഇതിൻ്റെ പിന്നിലെ ട്രിക്ക് വിശദീകരിക്കുവാൻ വളരെ എളുപ്പമാണെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും. അയാൾ ചെയ്തത് ഒരുതരം മനസ്സ് വായനയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹിപ്നോട്ടിസം ആയിരിക്കും. അതുമല്ലെങ്കിൽ രണ്ടും കൂടി അയാൾ പ്രയോഗിച്ചു കാണും. അതാകും ഇപ്പോൾ നിങ്ങളുടെ ചിന്ത. ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് കൂടി അറിയുമ്പോൾ ആ ചിന്താഗതി മാറും. വീട്ടിലേക്ക് പോകൂ, അയാൾ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ ജനാലയിൽ നിന്നും സൂര്യൻ ഉദിക്കുന്ന ദിശയിലേക്ക് 6 ചുവട് അളക്കുക. എന്നിട്ട് ഒരടിയോളം ആഴത്തിൽ നിലത്ത് കുഴിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ നിന്നും കിട്ടും. കിട്ടിയത് എന്താണെങ്കിലും അതിനെ നശിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരില്ല, അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ഞാനാകട്ടെ ഇതും കേട്ടുകൊണ്ട് കടുത്ത ദേഷ്യത്തോടെയാണ് വീട്ടിലേക്ക് പോയത്. ആലോചിക്കും തോറും കൂടുതൽ ദേഷ്യം തോന്നി. എങ്കിലും ഒരു ഷവൽ കയ്യിലെടുത്ത് ഞാൻ ജനാലയിൽ നിന്നും കിഴക്കോട്ട് 6 ചുവട് അളന്ന് കുഴിയെടുക്കുവാൻ തുടങ്ങി. എനിക്ക് ആ സമയത്ത് ദേഷ്യം മാത്രമല്ല, ഞാൻ എങ്ങനെ ഇത്രയും വലിയ മണ്ടനായി പോയി എന്നോർത്ത് അമ്പരപ്പും തോന്നി. എന്നാൽ ഒരടിയോളം ആഴത്തിൽ കുഴിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടെത്തി. മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന കളിമണ്ണിൽ നിർമ്മിച്ചൊരു പാവയായിരുന്നു അത്. ആകൃതി തെറ്റി വികലമായിട്ടുള്ള തലയും കൈകളും കാലുകളുമുള്ള ഒരു പ്രാകൃത നിർമ്മിതിയായിരുന്നു അത്. പാവയുടെ തലയിൽ മനുഷ്യന്റെ തലമുടി ഒട്ടിക്കുകയും അതിലൂടെ ഒരു ആണി അടിച്ചിറക്കുകയും ചെയ്തിരുന്നു. അവയുടെ നഖത്തിന്റെ കൂർത്തറ്റത്തായിട്ട് ഏതാണ്ട് പകുതിയോളം മരിഞ്ഞെടുത്ത ഉണങ്ങിയ നാരങ്ങയുടെ തൊലിയും ഉണ്ടായിരുന്നു. മനുഷ്യന്റെ തലമുടി എൻ്റെ മുടി പോലെ തന്നെയാണ് കാണപ്പെട്ടത്. ഞാൻ അമ്പരന്നു പോയി. ആ നാശം പിടിച്ച സാധനം ഞാൻ കത്തിച്ചു കളഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ 3 മണിക്ക് പതിവുള്ളതുപോലെ കാലച്ചകളൊന്നും കേട്ടില്ല. പിന്നെ ഒരിക്കലും അത് കേട്ടിട്ടുമില്ല. ആ മന്ത്രവാദി ഇതേക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഇങ്ങനൊരു പാവ എൻ്റെ മുറ്റത്തുള്ള കാര്യം എനിക്ക് പോലും അറിയില്ല. അതിൽ നിന്നും ഇത് മൈൻഡ് റീഡിംഗ് അല്ല എന്ന് മനസ്സിലാക്കാം. കൂടാതെ അയാൾക്ക് ഇങ്ങനെ ഒരു രംഗം അഥവാ തട്ടിപ്പ് മുൻകൂട്ടി തയ്യാറാക്കുവാനും കഴിയില്ല. അഥവാ ഇത് അയാളുടെ നാടകമാണെന്ന് തന്നെ കരുതുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ പരിഹാരത്തിന് ഞാൻ അവൻ്റെ അടുക്കൽ തന്നെ എത്തുമെന്ന് അയാൾക്ക് എങ്ങനെ ഉറപ്പിക്കുവാൻ കഴിയും?
അയാൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ദൂരെ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കിയത്? ഇത്തരം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. പിന്നീട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ മറ്റൊരു സുഹൃത്തിനോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. അയാൾ അതിന് തന്ന മറുപടി ഇങ്ങനെയാണ്: മനുഷ്യരോമമുള്ള കളിമൺ പാവ എന്നെ പ്രതിനിധീകരിച്ച് നിർമ്മിച്ചതാണ്. പാവയുടെ തലയിലൂടെ തറച്ച മന്ത്രിച്ച ആണി എൻ്റെ മനസ്സിനെയും യുക്തിവിചാരത്തെയും താറുമാറാക്കും. ആ പാവയെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ, ആ ശാപം നീങ്ങിയില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ശത്രുവിൻ്റെ ആഭിചാരം കാരണം ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ഭ്രാന്തനാകുമായിരുന്നു. ഈ സംഭവം എന്നിൽ വളരെയധികം താല്പര്യമുണ്ടാക്കി. അതോടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനും പഠിക്കുവാനും ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഈ സുഹൃത്താകട്ടെ ഒരു ദുർമാന്ത്രികനും ആഭിചാരകനും എന്ന നിലയിൽ വലിയ പ്രശസ്തനാണ്. സത്യം പറഞ്ഞാൽ അവനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താക്കുവാനും അതുവഴി ഇതിൻ്റെ നിഗൂഢത അനാവരണം ചെയ്യുവാനും ഞാനാണ് മുൻകൈ എടുത്തത്. എങ്കിലും അവനത് നിരസിച്ചു. എന്നെ അവഗണിക്കുന്നവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ഇതൊരു പിടിവാശിയാണെന്ന് കരുതിക്കോളൂ. എൻ്റെ സുഹൃത്ത് എത്രത്തോളം എൻ്റെ ആവശ്യം നിരസിച്ചുവോ അത്രയധികം ഞാൻ അവനെ ശല്യപ്പെടുത്തി. അങ്ങനെ നീണ്ട കാലത്തിനു ശേഷം അവൻ എന്നെ വെള്ളി തോൾവളയുടെ, അതായത് ഇതൊരു സിൽവർ ആംലെറ്റ് ആണ്, കൈമുട്ടിന് മുകളിൽ ധരിക്കുന്ന വള, അത് ധരിപ്പിച്ചു. ഇത് പരസ്പരമുള്ള സാഹോദര്യത്തിൻ്റെ അടയാളമാണ്. ചില അവസരങ്ങളിൽ ഞാൻ ഈ തോൾവള ധരിച്ചിരുന്നു. മറ്റാരെയും അത് തൊടുവാനും അനുവദിച്ചില്ല. ആഭിചാര സമൂഹത്തിലെ പല നിഗൂഢ ആചാരങ്ങളും മറ്റുള്ളവരോട് വെളിപ്പെടുത്തില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് കഴിയില്ല. പക്ഷേ ഇത്തരം ചടങ്ങുകളുടെ പ്രാരംഭഘട്ടത്തിൻ്റെ ഒരു രൂപരേഖ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യമായിട്ട് ഏതെങ്കിലും പഴയ ശ്മശാനം സന്ദർശിക്കണം. എത്രയും പഴക്കമുള്ള ചുടുകാടാണോ അത്രയും നല്ലത്. അതും കറുത്ത വാവ് ദിവസം രാത്രിയിൽ തന്നെ വേണം അവിടെ എത്തുവാൻ, അതായത് അമാവാസിക്ക് മുൻപ്. അതും അർദ്ധരാത്രിക്ക് ശേഷം ഒറ്റയ്ക്ക് വേണം പോകുവാൻ. ജീവനുള്ള ഒരു കരിങ്കോഴിയും അതിൻ്റെ കഴുത്ത് മുറിക്കുവാനുള്ള ഒരു കത്തിയും കയ്യിൽ ഉണ്ടാകണം. ഒരു ജീവിയുടെ തൊണ്ട മുറിക്കുവാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോഴിക്ക് പകരമായിട്ട് 2 പൗണ്ടോളം തൂക്കം വരുന്ന പന്നിയുടെ കുടലും കരളും കരുതിയാലും മതി. ആദ്യം സെമിത്തേരിയിൽ പ്രവേശിച്ച് കർപ്പൂരവും മറ്റും കത്തിച്ച് ഒരു ചെറിയ പൂജ കഴിക്കണം. അതിനുശേഷം കോഴിയുടെ തൊണ്ട മുറിച്ച് അതിനെ പൂർണ്ണമായിട്ടും തൂവൽ ഉൾപ്പെടെ എല്ലാം തന്നെ വിരൽ തുമ്പുകളോളം നീളമുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. പന്നിയുടെ കരളും കുടലുമാണ് കൊണ്ടുവന്നതെങ്കിൽ അതും ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. എന്നിട്ട് കർമ്മം ചെയ്യുന്ന വ്യക്തി തിരിഞ്ഞു നോക്കാതെ സെമിത്തേരിയിലൂടെ നടക്കണം. നടക്കുന്ന വഴിയിൽ ഈ മാംസ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടത്തെയും വലത്തെയും തോളിനു മുകളിലൂടെ പിന്നോട്ട് എറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനും സഹിക്കുവാൻ കഴിയാത്ത ഏറ്റവും മോശമായിട്ടുള്ള തെറി വിളിക്കണം. അറിയാവുന്ന ഏത് ഭാഷയെ വിളിച്ചാലും മതിയാകും. തെറിയുടെ അകമ്പടിയോടെ ഇത് എടുത്തു തിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻപോട്ട് പോകേണ്ടത്. ഈ പ്രവൃത്തി മൂലം ദുരാത്മാവ് അവനിലേക്ക് ആകൃഷ്ടനാകും. ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ട് മറ്റൊരു ചടങ്ങ് നടത്തണം. അതോടെ ഈ ദുരാത്മാവ് അവനെ അനുസരിക്കുന്ന ഒരു ദാസനായിട്ട് മാറുന്നു. ചിലതരം പഴങ്ങൾ, പണം, അതുപോലെ മധുര പലഹാരങ്ങൾ, അങ്ങനെ തുടങ്ങി ചില മരുന്നുകൾ വരെ വായുവിൽ നിന്നും സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഇന്ത്യയിലെ സന്യാസിമാരെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടാവും. കുട്ടിച്ചാത്തൻ എന്നറിയപ്പെടുന്ന ചെറിയ ഭൂതങ്ങളുടെ സഹായത്താലാണ് ഈ കാര്യങ്ങൾ അവർ സാധിക്കുന്നത്. ഇത് പരസ്പരം 50-50 എന്ന കരാർ അടിസ്ഥാനത്തിൽ സേവകരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. മൂർത്തിയും സേവകനും പരസ്പരം ദാസന്മാരായി തീരുകയും ജീവിതകാലം മുഴുവനും ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു. തമിഴിലും മലയാളത്തിലും നോക്കിയാൽ കുട്ടി എന്ന വാക്കിന്റെ അർത്ഥം ചെറുത് എന്നാണ്. ഉറുദുവിലും ഹിന്ദിയിലും ഷൈത്താൻ എന്ന വാക്കിന്റെ അർത്ഥം പിശാച എന്നാണ്. ചുരുക്കത്തിൽ 4 ഭാഷകളുടെ സംയോജനമാണ് കുട്ടിച്ചാത്തൻ എന്ന പദം. ഈ സ്പിരിറ്റിന് 3-4 ഇഞ്ചിൽ കൂടുതൽ ഉയരമില്ലാത്ത ഒരു മിനിയേച്ചർ നീഗ്രോയുടെ രൂപമാണെന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണ് കുട്ടിച്ചാത്തനെ വരുതിയിലാക്കുവാനായിട്ട് കഴിയുക? അതേക്കുറിച്ച് ഞാൻ പറയാം. ഏത് രാത്രിയിലും അർദ്ധരാത്രിക്ക് ശേഷം, പ്രത്യേകിച്ചും അമാവാസി രാത്രികളിൽ അത് പ്രത്യക്ഷപ്പെട്ടേക്കാം. ചില ഉപാസനകൾക്ക് ശേഷം ഒരുവൻ ഒരു കൂട്ടം പോത്തുകളെ പാർപ്പിച്ച ഒരു തൊഴുത്തിൻ്റെ അരികിൽ ഒളിച്ചിരിക്കണം. അപ്പോഴയാൾക്കൊരു ചലനം കാണുവാനായിട്ട് കഴിയും. ഒരു മൃഗത്തിൻ്റെ പിറകിൽ നിന്നും മറ്റൊന്നിലേക്ക് എന്തോ പറക്കും പോലെ, ഒരു വലിയ പുഴു പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ വവ്വാലിനെ പോലെയോ ആണ് ആ ചലനം കാണപ്പെടുക. പക്ഷെ അതിന് ചിറകുകൾ ഉണ്ടായിരിക്കില്ല. അത് ഒരു പോത്തിൻ്റെ മുതുകിൽ നിന്ന് നൃത്തം ചെയ്ത് മറ്റൊന്നിൻ്റെ മുതുകിലേക്ക് കുതിക്കും. അങ്ങനെ ചാഞ്ചാടി നൊടി നേരം കൊണ്ട് അപ്രത്യക്ഷമാകും. പൊടുന്നനെ മറ്റൊരു പോത്തിൻ്റെ പുറകിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ തൊഴുത്തിലുള്ള മൃഗങ്ങൾ അതിനെ കാണില്ല, അല്ലെങ്കിൽ അവർ ഇതിൻ്റെ സാന്നിധ്യം അവഗണിക്കുന്നു. ഇത്രയും കണ്ടാൽ ഉറപ്പിക്കാം അതൊരു കുട്ടിച്ചാത്തനാണെന്ന്. പക്ഷേ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. തനിക്ക് ആവശ്യമുള്ളതെന്തും വായുവിൽ നിന്നും എടുക്കുവാൻ കഴിയുന്ന മറ്റു സിദ്ധന്മാരെ പോലെ ആകുവാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, അവൻ തീ കൊണ്ടാണ് കളിക്കുന്നത്. അവൻ ആദ്യം കുട്ടിച്ചാത്തനെ ക്ഷണിക്കണം, എന്നിട്ട് അതുമായിട്ടൊരു പ്രതിജ്ഞ എടുക്കണം. അവർ ജീവിതകാലം മുഴുവനും പരസ്പരം സേവിക്കാമെന്ന വാഗ്ദാനമാണ് ഈ പ്രതിജ്ഞ. ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കുക എന്നത് ലളിതമാണ്. എന്നാൽ അതിൽ നിന്നും പുറത്തു കടക്കുക എന്നത് പ്രായോഗികമായിട്ട് അസാധ്യമാണ്. അതിനുവേണ്ടി അവൻ ചെയ്യേണ്ടത് ഈ കരാർ ഉണ്ടാക്കുവാനായിട്ട് പോത്തുകളെ സമീപിക്കുകയും ആ ചെറിയ ഭൂതത്തിനെ പിടികൂടുവാനും ശ്രമിക്കണം.
അത്ര എളുപ്പമൊന്നും അതിന് കഴിയില്ല. ഒടുവിൽ കുട്ടിച്ചാത്തന്റെ സേവയ്ക്ക് വേണ്ടി മനസ്സിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കണം. വൈകാതെ അയാൾക്കൊരു സന്ദേശം ലഭിക്കും. ചിലപ്പോൾ ആദ്യ ശ്രമത്തിൽ ആ സന്ദേശം കിട്ടിയെന്ന് വരാം. മറ്റു ചിലപ്പോൾ 2-3 പരാജയങ്ങൾക്ക് ശേഷമായിരിക്കാം ഈ ശക്തി അവന്റെ ഉപബോധ മനസ്സുമായിട്ട് ആഴത്തിൽ വിലയിക്കുക. അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ടെലിപ്പതിക് സന്ദേശമാണ് വരുന്നത്. തടി, ആനക്കൊമ്പ്, എല്ലുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ കൊണ്ട് ഒരു ചെറിയ കറുത്ത പാവയെ കൊത്തിയെടുക്കുവാനായിട്ട് അവനോട് ചാത്തൻ നിർദ്ദേശിക്കുന്നു. കൊത്തിയെടുക്കുവാനായിട്ട് അറിയില്ലെങ്കിൽ വാങ്ങിയാലും മതി. ഈ പാവ അയാൾ തന്റെ വീട്ടിൽ സൂക്ഷിക്കണം. എന്നിട്ട് അതിന്റെ മുൻപിൽ ദീപങ്ങൾ തെളിയിച്ച് ധൂപവർഗം, കർപ്പൂരം തുടങ്ങിയവ ഉപയോഗിച്ച് ദിവസേന പൂജ നടത്തുകയും വേണം. ഈ ചെറിയ പാവയുടെ രൂപം കുട്ടിച്ചാത്തനെ പ്രതിനിധീകരിക്കുന്നു. ഈ ചടങ്ങോടെ അയാളെ സേവിക്കുവാനായിട്ട് ഈ ഭൂതം സന്നദ്ധനാകുന്നു. ഒരു നിശ്ചിത കാലത്തേക്ക് തനിക്ക് ആവശ്യമുള്ളത് എന്തും ചോദിക്കുവാനും അത് നേടിയെടുക്കുവാനും അവന് സാധിക്കും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. 1-2 മാസത്തിന്റെ ഉള്ളിൽ അത് തിരികെ നൽകണം. ഒന്നും സൗജന്യമല്ല. ഈ കുട്ടിച്ചാത്തൻ അയാൾക്ക് പണമോ പാകം ചെയ്ത ആഹാരമോ അങ്ങനെ തുടങ്ങി തലവേദനയ്ക്കുള്ള ബാം എന്നു വേണ്ട, കാറിനടിക്കുവാനായിട്ട് പെട്രോൾ വരെ കൊണ്ടുവരും. എന്നാൽ വാഗ്ദാനം ചെയ്ത സമയത്ത് എല്ലാം തന്നെ തിരികെ നൽകണം. അല്ലെങ്കിൽ ആ വ്യക്തി ആരായാലും അവന് വലിയ നാശങ്ങളായിരിക്കും ഉണ്ടാവുക. കുട്ടിച്ചാത്തൻ തന്റെ സേവകന് താൽക്കാലികമായിട്ടുള്ള ഒരു സേവനം മാത്രമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും അപകടം ഉപാസകനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അയാളെ ഇത് രക്ഷിക്കും. എന്നാൽ അതിന് ഈ ഭൂതം ആവശ്യപ്പെടുന്ന കൂലി വളരെ വലുതാണ്. ഒന്നാമതായിട്ട് ഉപാസകന്റെ ആയുസ് കുറയും. അയാൾക്കൊരു സ്ത്രീയുമായിട്ട് സഹവസിക്കുവാൻ അനുവാദമില്ല. രാത്രിയിൽ ഉറങ്ങുവാൻ അവനെ ചാത്തൻ അനുവദിക്കില്ല. അയാൾക്ക് ഒരിക്കലും സമ്പത്ത് ശേഖരിക്കുവാനായിട്ട് കഴിയില്ല. ജീവിക്കുവാൻ മതിയായ ആവശ്യങ്ങൾക്ക് മാത്രമേ അനുവാദമുണ്ടാകൂ. തന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം തന്നെ മുറിഞ്ഞു പോകും. ചാത്തന്റെ ഉപാസകൻ അലഞ്ഞു തിരിയുന്നവനും അസ്വസ്ഥനും ഒരിടത്തും സ്ഥിരതാമസമാക്കാത്തവനുമായിരിക്കും. വെള്ളി തോൾവള ധരിച്ച ശേഷം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, ദുർമന്ത്രവാദ പഠനം ഒറ്റ നോട്ടത്തിൽ ആകർഷകമായിട്ടുള്ള ഒരു വിഷയമാണ്. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പു നൽകാം. എന്നാൽ അത് പഠിക്കണമെങ്കിൽ പരുക്കനും നിഷ്കരുണനുമായിട്ടുള്ള ഒരാളുടെ കീഴിൽ കഠിനമായിട്ട് അനേക കാലം അടിമപ്പണി എടുക്കേണ്ടി വരും. അതുപോലെ എനിക്ക് മറ്റൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം 2ാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ മെഡിക്കൽ സർവീസിൽ കേണലായിരുന്നു. കൂടാതെ റിട്ടയേർഡ് ആർമി ഡോക്ടറുമാണ്. അദ്ദേഹം എന്നോടൊരിക്കൽ ഒരു കഥ പറഞ്ഞു. കേണൽ മദ്രാസിൽ താമസിക്കുന്ന കാലത്ത് 2 സഹോദരന്മാരെ കണ്ടുമുട്ടി. ഈജിപ്തുകാരായ മുഹമ്മദ് ബേയെയും അലി ബേയെയുമായിരുന്നു അവർ. കേണൽ ഇവരുമായിട്ട് സൗഹൃദത്തിലായി. എന്നാൽ ഈ 2 സഹോദരന്മാരും ഈജിപ്തിലുള്ള ഒരു പ്രഗത്ഭ ആഭിചാരക്കാരന്റെ കീഴിൽ വർഷങ്ങളോളം പരിശീലനം നേടിയ മന്ത്രവാദികളാണെന്ന് അദ്ദേഹം വളരെ കാലം അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ കേണൽ തമാശ എന്നോണം ഈ സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഓഹോ, അങ്ങനെയാണ് കാര്യമല്ലേ? അപ്പോൾ നിനക്ക് എന്നെ ഒരു ആത്മാവിനെ കാണിക്കുവാനായിട്ട് കഴിയുമല്ലോ. ഒരെണ്ണത്തിനെ ഒന്ന് നേരി കാണുവാനായിട്ട് ഞാൻ കൊതിക്കുന്നു. വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും ഇന്നുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ സഹോദരന്മാരിൽ ഒരുവനായ മുഹമ്മദ് ബൈ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ആത്മാവിനെ കാണിച്ചു തരുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞാൻ അവനെ നിങ്ങളുടെ ദാസനുമാക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുവാനും അതിന് കഴിയും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. മറ്റൊരാൾക്ക് ദോഷം ചെയ്യുവാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുഷിച്ച ഉദ്ദേശങ്ങൾക്കോ വേണ്ടി ഒരിക്കലും ഒരു സമയത്തും ഈ ആത്മദാസനെ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അവൻ നിങ്ങളുടെ നേരെ തിരിയും. നിങ്ങൾ വേദനാജനകമായിട്ട് മരിക്കും. ഈ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മുഹമ്മദ് ബൈ ചോദിച്ചു. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇത് കേട്ട് എനിക്ക് കൗതുകം തോന്നുന്നുണ്ട്. എനിക്കിതിൽ വലിയ താല്പര്യവുമുണ്ട്, ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുഹമ്മദ് ബൈ പിന്നെ അദ്ദേഹത്തോട് ഒരു റൈറ്റിംഗ് പാഡും പെൻസിലും ആവശ്യപ്പെട്ടു. അയാൾ കുറച്ചു നേരം അതുമായിട്ട് മാറിയിരുന്നു. ഈ സംഭവം നടന്ന് 20 വർഷത്തിലേറെ ആയിരിക്കുന്നു. അന്ന് ആ ഈജിപ്ഷ്യൻ വരച്ച കടലാസ് കേണൽ എനിക്ക് താൽക്കാലികമായിട്ട് കടമായിട്ട് തന്നു. ഞാൻ അതുപോലെ അത് പകർത്തി 129-130 പേജുകളിൽ നൽകിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ആഭിചാരക്രിയക്കാരൻ ആത്മാക്കളെ വിളിച്ചു വരുത്തുവാനായിട്ട് എഴുതിയ മന്ത്രങ്ങളായിരുന്നു ആ പേപ്പറിൽ ഉള്ളത്. അഹ് അഹ് ഷർഹീൽ വാ ബുർഫുദേ വാ നുദാജു വാ അസ്കിറാഹ് ഇഫ് അലു അയുൽ കദാമു മ അമുറോ ബിഹിൻ മിൻ ഷെയ്ൻ ഹബാൽ കഗാദി ബിഹെക്കി ഷഷിൽ ഉസ്ഫുർ യാ റൂഹ് 3 തവണ, ഥ അൽ 3 തവണ, ബെൽ അമ്രുഹോ 7 തവണ. ഈ മന്ത്രങ്ങൾ വടക്കോട്ട് അഭിമുഖീകരിച്ച് വേണം ചൊല്ലി തുടങ്ങുവാൻ. തുടർന്ന് വലത്തോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞ് മന്ത്രവാക്കുകൾ വീണ്ടും 7 തവണ വായിക്കുക. എന്നിട്ട് വീണ്ടും വടക്കോട്ട് തിരിയുക. തുടർന്ന് ഇടത്തോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് അതേ വാക്കുകൾ 7 തവണ വായിക്കുക. എന്നിട്ട് വടക്കോട്ട് തിരിയുക. അടുത്തതായിട്ട് എതിർദിശയിലോ അല്ലെങ്കിൽ തെക്കോട്ടോ നോക്കി വലത്തോട്ട് തിരിഞ്ഞ് 7 തവണ വായിക്കുക. എന്നിട്ട് വീണ്ടും വടക്കോട്ട് തിരിയുക. അവിടെയും 7 തവണ വായിക്കണം. ദിശാ കോമ്പസിനെ പോലെ ചുറ്റും 4 പോയിന്റുകൾ പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ തെരഞ്ഞെടുത്ത സെമിത്തേരിയുടെ ദിശയിലേക്ക് തിരിഞ്ഞ് ഇതേ വാക്കുകൾ 21 തവണ കൂടി വായിക്കണം. അവസാനമായിട്ട് സാവധാനം ശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്വാസം അല്പം പിടിച്ചുവെച്ച്
3 തവണ പതുക്കെ ശ്വാസം വിടുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആത്മാവിൽ മനസ്സ് കേന്ദ്രീകരിക്കണം. മാസത്തിലെ 23-ാം ദിവസം, അതൊരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കണം. അന്നാണ് ഈ കർമ്മം തുടങ്ങേണ്ടത്. പിന്നെ 22 ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യണം. 23-ാം ദിവസം സെമിത്തേരിയിൽ പോകേണ്ട ദിവസമാണ്. ഏതെങ്കിലും തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ അവസാനിക്കുന്ന രീതിയിൽ വേണം ഈ 22-ാം ദിവസം വരേണ്ടത്. അതിൻ്റെ അടുത്ത ദിവസങ്ങൾ അത് ചൊവ്വയോ അല്ലെങ്കിൽ വെള്ളിയോ ആയിരിക്കണം. അന്ന് സെമിത്തേരി സന്ദർശിക്കണം. നിങ്ങൾക്ക് വായിക്കുവാൻ എളുപ്പത്തിനു വേണ്ടി ഞാനിത് റോമൻ അറബിക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് മുഹമ്മദ് ബൈ കേണലിനോട് പറഞ്ഞിരുന്നു. കൂടാതെ ഇംഗ്ലീഷിൽ ഇത്രയും കാര്യങ്ങൾ വിശ്വസ്തമായിട്ടും കൃത്യനിഷ്ഠയോടെയും ചെയ്യണമെന്നും കത്തിൽ പ്രത്യേകമായിട്ട് എഴുതിയിരുന്നു. മുഹമ്മദ് ബൈ കേണലിന് കൊടുത്ത അടുത്ത നിർദ്ദേശം ഇതാണ്. അങ്ങനെ അവസാനത്തെ ദിവസം എത്തുമ്പോൾ വൈകുന്നേരം റോസാപ്പൂക്കൾ കൊരുത്ത ഒരു വലിയ മാല വാങ്ങുക. അന്ന് അർദ്ധരാത്രിക്ക് 90 മിനിറ്റ് മുൻപ് കുളിച്ച് വൃത്തിയുള്ള വെള്ള ഷർട്ടും സ്യൂട്ടും ധരിക്കണം. ഞാൻ കൃത്യം 11:30 നിങ്ങളെ വിളിക്കുകയും അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുകയും ചെയ്യാം. ഒരു കാര്യം കൂടിയുണ്ട്. അവസാന ദിവസം നിങ്ങൾ ഉപവസിക്കണം. രാവിലെയും വൈകുന്നേരവും 1 കപ്പ് പാല് കുടിക്കാം. വേറെയൊന്നും പാടില്ല. ശരി, നമുക്കപ്പോൾ 23-ാം ദിവസം കാണാം, കേണൽ പറഞ്ഞു. ഈജിപ്ഷ്യൻ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു വലിയ കലണ്ടറിന് നേരെ നടന്നു. എന്നിട്ട് പെൻസിൽ കൊണ്ട് കലണ്ടറിലെ ദിവസങ്ങൾ എണ്ണി ചില കണക്ക് കൂട്ടലുകൾ നടത്തി. ഒടുവിൽ ഒരു ദിവസത്തിന് നേരെ വരച്ചു. തയ്യാറായിരിക്കൂ, അയാൾ പറഞ്ഞു. ഡോക്ടർ സമ്മതിച്ചു. കേണൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും കത്തിലുണ്ടായിരുന്നു. ഈ ഇടവേളയിൽ കേണൽ മുഹമ്മദ് ബൈയെ കണ്ടില്ല. അങ്ങനെ 3-ാമത്തെ ആഴ്ചയുടെ അവസാനമെത്തി. തൻ്റെ സുഹൃത്ത് തന്നെ പറ്റിക്കുകയാണെന്നൊരു തോന്നലും അദ്ദേഹത്തിനുണ്ടായി. ഇതൊക്കെ വെറും തമാശ മാത്രമായിരിക്കും. ഒടുവിൽ അവസാനത്തെ ദിവസം വരികയാണ്. കേണൽ ഓർഡർ ചെയ്ത റോസാപ്പൂ മാല വൈകുന്നേരം വീട്ടിലെത്തി. 10:30 അദ്ദേഹം കുളിച്ച് വൃത്തിയുള്ള വെള്ള വസ്ത്രം ധരിച്ചു. അപ്പോഴും താൻ എന്തൊരു മണ്ടനാണെന്ന് അയാൾ സ്വയം പറഞ്ഞു. എന്നാൽ കൃത്യം 11:30 ആയപ്പോൾ അദ്ദേഹത്തിന്റെ പുരാതനമായിട്ടുള്ള വസതിയുടെ പോർട്ടിക്കോയ്ക്ക് താഴെ ഒരു കാർ വന്നു. അതിൽ നിന്നും ആ ഈജിപ്ഷ്യൻ ഇറങ്ങി. അവനും അദ്ദേഹത്തെ പോലെ വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ആ മാല എടുക്കൂ ഡോക്ടർ. അർദ്ധരാത്രിയോടെ നമ്മൾ അവിടെ എത്തണം, മുഹമ്മദ് ബൈ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അതും തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടെ. തങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ അയാളെ അനുസരിച്ചു. 15 മിനിറ്റിന്റെ ഉള്ളിൽ അവർ ഒരു സെമിത്തേരിയിലെത്തി. റോസാപ്പൂക്കളുടെ മാലയും വഹിച്ചുകൊണ്ട് കേണൽ തന്റെ കൂട്ടുകാരന്റെ പിന്നാലെ സെമിത്തേരിയിലെ വലിയ ഗേറ്റിനോട് ചേർന്നുള്ള ചെറിയ ഗേറ്റിലൂടെ ഉള്ളിൽ കടന്നു. നക്ഷത്രങ്ങളുടെ മങ്ങിയ ഒരു തിളക്കം ഒഴിച്ചു നിർത്തിയാൽ ആ രാത്രി അന്ധകാരാവൃതമായിരുന്നു. സെമിത്തേരിക്കുള്ളിൽ എത്തിയതും ഈജിപ്ഷ്യൻ ഒരു നിമിഷം നിന്ന് ചുറ്റും നോക്കി. പിന്നെ ശവക്കുഴികൾക്കിടയിലൂടെ എന്തോ ഒന്ന് തിരയും പോലെ അന്വേഷിച്ച് കുറച്ചു ദൂരം മുൻപോട്ട് നീങ്ങി. ഡോക്ടർ പിന്നാലെ തന്നെയുണ്ട്. അവസാനം ഗ്രാനൈറ്റ് സ്ലാബും വൃത്താകൃതിയിലുള്ള ഹെഡ്സ്റ്റോണുമുള്ള ഒരു ശവക്കല്ലറയുടെ മുൻപിലാണ് അവർ എത്തിയത്. കല്ലറ വ്യക്തമായിട്ടും കാണുവാൻ കഴിയാത്തത്ര ഇരുട്ടായിരുന്നു അവിടെ. ഡോക്ടർ, മാല ഹെഡ്സ്റ്റോണിന് ചുറ്റും വയ്ക്കുക, മുഹമ്മദ് ബൈ പറഞ്ഞു. നിങ്ങളുടെ നെഞ്ചിന് കുറുകെ കൈകൾ മടക്കി കല്ലറയുടെ ചുവട്ടിലായിട്ട് നിൽക്കുക. ഞാൻ അരികിൽ തന്നെയുണ്ട്. അഥവാ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പേടിക്കരുത്. ഞാൻ ഇവിടെയുണ്ട്. എന്നിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നമുക്കിനി അർദ്ധരാത്രി വരെ കാത്തിരിക്കാം, ബൈ പറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി. വിദൂരത്തു നിന്നും ഒരു ക്ലോക്കിന്റെ അലാം ഉയർന്നു. 12 മണി ആയിരിക്കുന്നു. എന്നാൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മുഹമ്മദ് ബൈ ഒന്നും ചെയ്യുന്നുമില്ല, മിണ്ടുന്നുമില്ല. പെട്ടെന്ന് അയാൾ അദ്ദേഹത്തിന് ഒരക്ഷരം പോലും മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അതൊരു പക്ഷെ അറബിക്കായിരിക്കാം. പിന്നെ അയാളുടെ ശബ്ദം ഒരു ഗാനാലാപന രീതി കൈവരിച്ചു. കുറച്ചു നേരം ഇത് തുടർന്നു. പിന്നെ അയാളുടെ രീതികൾ മാറി. എന്തോ കുഴപ്പം സംഭവിച്ചതുപോലെ ഡോക്ടർക്ക് തോന്നി. മന്ത്രോച്ചാരണങ്ങൾ പൊടുന്നനവേ അവസാനിച്ചു. ഈജിപ്ഷ്യനിൽ നിന്നും കോപം നിറഞ്ഞ വാക്കുകൾ ഇടവേളകളിട്ട് ഉയർന്നു. ഏതോ അദൃശ്യനായിട്ടുള്ള വ്യക്തിയുമായിട്ട് അയാൾ വഴക്കിടും പോലെ. എന്നാൽ അയാളോട് സമ്മതിക്കുന്ന അരൂപിയുടെ ശബ്ദം ഡോക്ടർക്ക് കേൾക്കുവാൻ കഴിയുന്നുമില്ല. ഈജിപ്ഷ്യൻ അപ്പോൾ കൂടുതൽ രോഷാകുലനായി. അയാൾ കൈകൾ ആക്രോശത്തോടെ വീശി. അയാൾ എന്തോ കടുത്ത തെറി പറയും പോലെ തോന്നി. അതിനുശേഷം അയാൾ ശവക്കല്ലറയെ കാർക്കിച്ച് ഒരു തുപ്പ് തുപ്പി. അടുത്ത നിമിഷം ഗ്രാനൈറ്റ് സ്ലാബിന് മുകളിലേക്ക് കുറുകെ എന്നോണം അയാൾ വീണു. മങ്ങിയായ ഇരുട്ടിൽ കിടന്ന് അവന്റെ ശരീരം കിലുകിലാ വിറച്ചു. അതേസമയത്ത് തൊണ്ടയിൽ നിന്നും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഉയർന്നു. ഡോക്ടർ പരിഭ്രാന്തനായി. അപ്പോഴേക്കും അദ്ദേഹം ജീവനും കൊണ്ട് ഓടുന്നതിന്റെ വക്കിലെത്തിയിരുന്നു. സ്വയം രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ വിചാരം. എന്നാൽ ആ നിമിഷം പ്രൊഫഷൻ അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചു. അദ്ദേഹം കേണൽ മാത്രമല്ല, ഒരു ഡോക്ടറുമാണല്ലോ. ഈ ഈജിപ്ഷ്യൻ അപസ്മാരമോ ഹൃദയാഘാതമോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചുഴലി പോലെയുള്ള കോച്ചിപ്പിടുത്തമോ ഉണ്ടായതാവാം. ഇത്തരം സാഹചര്യത്തിൽ രോഗിയെ സഹായിക്കുക എന്നത് അദ്ദേഹത്തിന്റെ കടമയാണ്. താൻ അയാളെ ഇവിടെ ഉപേക്ഷിച്ചാൽ അയാൾ മരിക്കുമെന്ന ചിന്ത ഡോക്ടർക്കുണ്ടായി. അങ്ങനെ സംഭവിച്ചാൽ നാളെ ഈ മൃതദേഹം കണ്ടെത്തുമ്പോൾ ശ്മശാനത്തിൽ താൻ കൂടി ഒപ്പമുണ്ടായിരുന്നുവെന്ന് എപ്പോഴെങ്കിലും പോലീസ് കണ്ടെത്തിയാൽ തന്നിൽ കൊലപാതക കുറ്റം ചുമത്തും. അദ്ദേഹം വേഗം മുൻപോട്ടാഞ്ഞ് അടിയേറ്റതുപോലെ ഭയാനകമായിട്ട് ശ്വാസം മുട്ടി ആർത്തനാദം ഉയർത്തുന്ന തന്റെ സുഹൃത്തിന്റെ ശരീരത്തെ പിടിച്ചു വലിച്ചുയർത്തുവാനായിട്ട് ഒന്ന് ശ്രമിച്ചു.
പെട്ടെന്ന് അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി തന്നെ ആക്രമിച്ചുവെന്ന് അദ്ദേഹം എന്നോട് ആണയിട്ട് പറഞ്ഞു. ആ ശക്തി ഡോക്ടറെ ഒറ്റത്തട്ടിന് താഴെ വീഴിച്ചു. അപ്പോഴാ ഈജിപ്ഷ്യൻ ശ്വാസം മുട്ടും പോലെ ആ റോസാപ്പൂക്കൾ കൊരുത്ത മാല എനിക്ക് തരൂ എന്ന് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. കേണൽ വേഗം ശവകുടീരത്തിൽ നിന്നും മാലയെടുത്ത് സാഷ്ടാംഗം കമിഴ്ന്നു കിടക്കുന്ന മുഹമ്മദിന് മുന്നിലേക്കിട്ടു. അപസ്മാരം പിടിച്ചതുപോലെ ഗ്രാനൈറ്റ് സ്ലാബിൽ കിടന്ന് മുഖം അമർത്തി വിറയ്ക്കുന്നുണ്ടെങ്കിലും എങ്ങനെയോ മുഹമ്മദ് ബയ്യ് ആ മാല പിച്ചിക്കീറി കഷ്ണങ്ങളാക്കി. മാല കീറി എറിയും തോറും ദുർമാന്ത്രികനിൽ മാറ്റങ്ങൾ കാണപ്പെട്ടു തുടങ്ങി. ഒടുവിൽ അവൻ ഒരു ശ്വാസം മുട്ടലോടെ അലങ്കോലമായ മുടിയുമായിട്ട് എഴുന്നേറ്റു. നെറ്റിയിലുണ്ടായൊരു മുറിവിൽ നിന്നും രക്തം അവന്റെ മുഖത്തേക്ക് ഒഴുകുന്നുണ്ട്. വീഴുന്നതിനിടെ അവന്റെ നെറ്റി ഗ്രാനൈറ്റ് സ്ലാബിൽ അടിച്ചിരുന്നു. കുഴപ്പമില്ല, ഇപ്പോഴെല്ലാം ശരിയായി. നമുക്ക് ഇവിടെ നിന്നും എത്രയും വേഗം പോകണം, മുഹമ്മദ് പറഞ്ഞു. കാറിൽ വെച്ച് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. ശ്വാസം മുട്ടിയതുപോലെയാണ് അയാളത് പറഞ്ഞത്. രണ്ടുപേരും വേഗം കാറിൽ കയറി. പിന്നെ ഡോക്ടറുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മുഹമ്മദ് സമനില വീണ്ടെടുക്കും വരെ കേണൽ കാത്തിരുന്നു. അവസാനം അയാൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ വിചാരിച്ചതുപോലെ ആത്മാവ് അവിടെ വന്നിരുന്നു. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരാത്മാവല്ല അവിടെ വന്നത്. അവർ നിരവധി ഉണ്ടായിരുന്നു. വിചിത്രമായിട്ടുള്ള മൃഗങ്ങളുടെ രൂപത്തിലായിരുന്നു അവരെല്ലാവരും കാണപ്പെട്ടത്. ആ ആത്മാക്കളെല്ലാം നിങ്ങളെ സേവിക്കുവാനായിട്ട് സന്നദ്ധരുമായിരുന്നു. എന്നാൽ ഒരാൾ മാത്രം മതിയെന്നും ആ ആത്മാവ് മനുഷ്യരൂപം സ്വീകരിക്കണമെന്നും ഞാൻ അവരെ നിർബന്ധിച്ചു. അവർ ഒന്നടങ്കം വിസമ്മതിച്ചു. അവർ എല്ലാവരും അവരുടെ ഇപ്പോഴുള്ള ഭീകരരൂപങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്തില്ല എന്നും എല്ലാവരും നിങ്ങളെ അനുഗമിക്കുമെന്നും പറഞ്ഞു. ഞാനത് അനുവദിച്ചില്ല. ഞങ്ങൾ തമ്മിൽ വലിയൊരു തർക്കമുണ്ടായി. പെട്ടെന്ന് അവരുടെ നേതാവ് അപ്രതീക്ഷിതമായിട്ട് എന്നെ അടിച്ചു. എല്ലാവരും ചേർന്ന് എൻ്റെ മന്ത്രോച്ചാരണം നിർത്തുവാനായിട്ട് ശ്വാസം മുട്ടിച്ചു. നിങ്ങൾ ആ മാല എനിക്ക് നേർക്ക് എറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നു. ഈ ഡോക്ടറെ കബളിപ്പിക്കുവാൻ ആ ഈജിപ്തുകാരൻ വളരെ തന്മയത്വത്തോടെ ഒരു അഭിനയം കാഴ്ചവെച്ചതായിരിക്കുമെന്നാകാം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. കല്ലറയിൽ തട്ടി നെറ്റിമുറിഞ്ഞതും അറിയാതെ പറ്റിയ അപകടമായിരിക്കാം. ഒരു പക്ഷേ ഡോക്ടർ കണ്ടത് രക്തമായിരിക്കില്ല, മറിച്ച് രക്തം പോലെ തോന്നിക്കുന്ന മറ്റെന്തോ മിശ്രിതമാണെന്നും അതയാൾ കേണൽ അറിയാതെ മുഖത്ത് തേച്ചുവെന്നും വരെ നിങ്ങൾ പറയുമായിരിക്കും. ഈ വാദമുഖങ്ങളെല്ലാം സംഭവിക്കാവുന്നതാണ്. അതും ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഈ കർമ്മം ചെയ്യുവാനായിട്ട് ആ ഈജിപ്ഷ്യൻ തൻ്റെ സുഹൃത്തിനോട് ഒരു ചില്ലിക്കാശോ അതുപോലെ മറ്റു സഹായമോ ചോദിച്ചിട്ടില്ല. പിന്നെ എന്തിനാകാം ഒരു ലാഭവുമില്ലാതെ അയാൾ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടത്? ആ ചോദ്യം ഒരു സമസ്യയായിട്ട് അവശേഷിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ പല കുടുംബങ്ങളും, പ്രത്യേകിച്ചും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പലരും മേൽ പറഞ്ഞതുപോലെ മൂർത്തികളെ ആരാധിക്കുന്നവരാണ്. അവർ ഇവരെ ദൈവമായിട്ട് പരിഗണിക്കുന്നില്ല. ഇത്തരം മൂർത്തികൾ ദുരാത്മാക്കളോ ജിന്നുകളോ ദൈവങ്ങളോ അല്ല. അവർ ഉയർന്ന തലത്തിലുള്ള ആത്മീയ ജീവികളാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ മൂർത്തികൾ തങ്ങളെ സദായിപ്പോഴും സംരക്ഷിക്കുന്നു എന്നവർ കരുതുന്നു. ഓരോ തലത്തിലുമുള്ള മൂർത്തികൾക്ക് ഓരോ തരം പുഷ്പസുഗന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ഗന്ധം കൊണ്ടാണ് ഓരോ ആരാധനാമൂർത്തിയെയും വേർതിരിച്ചറിയുക. ചിലർ മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ളവരാണ്. ഇത്തരം മൂർത്തികൾ സർവ്വസാധാരണമാണ്. മുറികൾക്കുള്ളിലും അതുപോലെ യാതൊരു തരത്തിലുമുള്ള പൂക്കൾ അടുത്തെങ്ങും ഇല്ലാത്ത സ്ഥലങ്ങളിലും വെച്ച് എനിക്ക് ഇത്തരം ഗന്ധം പലതവണ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ശക്തിയുള്ള മൂർത്തികൾക്ക് റോസാപ്പൂവിൻ്റെ സുഗന്ധമോ അല്ലെങ്കിൽ മറ്റു സുഗന്ധങ്ങളോ ആയിരിക്കുമെന്ന് പറയപ്പെടുന്നു. അമാവാസിയിലെ രാത്രി അല്ലെങ്കിൽ അമാവാസിയുടെ തലേ ദിവസത്തെ രാത്രി, ഇവയാണ് മാസത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രികൾ. എല്ലാത്തരം മാന്ത്രിക വിദ്യകളും പരിശീലിക്കുവാനായിട്ട് മന്ത്രവാദികൾ സാധാരണയായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയവുമാണിത്. അത്തരം രാത്രികളിലാണ് പല ഇന്ത്യൻ കുടുംബങ്ങൾക്കും അവരുടെ മൂർത്തികളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നതും അവരുടെ സാന്നിധ്യത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുന്നതും. മൂർത്തി ഒരു സ്ത്രീ ആണെങ്കിൽ ഭാരമേറിയ ഒരു ചങ്ങല വലിച്ചിഴയ്ക്കും പോലെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ വളകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടിക്കും പോലെയുള്ള ശബ്ദമായിരിക്കും ഉയരുക. എന്നാൽ മൂർത്തി ഒരു പുരുഷനാണെങ്കിൽ ഒരു മനുഷ്യൻ വീടിന് ചുറ്റും നടക്കുന്ന കാലച്ചയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തള്ളവിരൽ ഞൊടിക്കുന്നത് പോലെയുള്ള ശബ്ദമായിരിക്കും കേൾക്കുക. ഇത്തരം പ്രവർത്തികളിലൂടെ അവർ അവരുടെ സാന്നിധ്യം വീട്ടുകാരെ അറിയിക്കുന്നു. ആത്മാക്കളുടെ അസ്തിത്വത്തിലും മന്ത്രവാദത്തിലുമുള്ള വിശ്വാസം ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും കടന്നു കയറിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മതവിശ്വാസങ്ങളും ദൈവത്തിൽ നിന്നുമാണ് വരുന്നത്. ഹിന്ദുമതം, ബുദ്ധമതം, മുഹമ്മദനിസം, ക്രിസ്തുമതം ഇവയെല്ലാം ഒരു പരപുരുഷനിലേക്കുള്ള വഴികളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഒരു വശത്ത് പൗരോഹിത്യവും മറുവശത്ത് അന്ധവിശ്വാസവും അതുപോലെ മാന്ത്രിക വിദ്യകളും ഈ ആശയങ്ങളുമായിട്ട് ഇടകലർന്നിട്ടുണ്ട്. ഇതും ഒരു യാഥാർത്ഥ്യമാണ്. മതവിശ്വാസികളിൽ പലരും മതങ്ങളുടെ യഥാർത്ഥ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. റോമൻ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഉൾപ്പെടുന്ന ഇന്ത്യയിലെ പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും തീർച്ചയായിട്ടും ഇത്തരം ആചാരങ്ങളുടെയും അന്ധവിശ്വാസത്തിൻ്റെയും മാന്ത്രിക വിദ്യകളുടെയും മിശ്രിതമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും ദയാലുവായിട്ടുള്ള മനുഷ്യനായിട്ട് എല്ലായിടത്തും വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാളനെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുവാനും അന്തോണീസിനോടുള്ള പ്രാർത്ഥനയിലൂടെ അനർഹമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുവാനുമുള്ള മാർഗമായിട്ട് ഇന്ത്യയിൽ പലരും കാണുന്നു. ശത്രുക്കൾക്ക് മാറാരോഗവും വേദനാജനകമായിട്ടുള്ള മരണവും ഉൾപ്പെടെ നിരവധി പ്രതികാര നടപടികൾ ചെയ്യുവാനും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും
പലരും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്ത സ്വത്ത് വീണ്ടെടുക്കുവാനും അതിന് കാരണക്കാരനായ കള്ളനെ ശിക്ഷിക്കുവാനും വിശുദ്ധ അന്തോണീസിനോട് നിരവധി ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. തങ്ങളുടെ ശത്രുവിനോട് ചെയ്യുവാൻ വിശ്വാസികൾ പുണ്യവാളിനോട് ആവശ്യപ്പെടുന്ന ശിക്ഷാരീതികൾ വളരെ ഭയാനകമാണ്. ഉദാഹരണത്തിന്, ഒരു പൗണ്ട് അരി മോഷ്ടിച്ചതിന് പ്രതികാരമായിട്ട് കള്ളന് കോളറയോ അല്ലെങ്കിൽ പ്ലേഗോ അതുമല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും രോഗങ്ങളോ വരുത്തുവാനാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്റെ വേലക്കാരി റോമൻ കത്തോലിക്ക സഭയിലേക്ക് മതപരിവർത്തനം ചെയ്തവളാണ്. വിശുദ്ധ അന്തോണി മുഖേന നഷ്ടപ്പെട്ട സ്വത്ത് വീണ്ടെടുക്കുവാനായിട്ട് അവൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രാർത്ഥിക്കുന്നയാൾ ആദ്യം കുളിക്കണം. അതിനുശേഷം വിശുദ്ധന്റെ പ്രതിമ കഴുകണം. പ്രതിമയില്ലെങ്കിൽ വിശുദ്ധന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോയുടെ ഗ്ലാസ് കഴുകിയാലും മതി. വിശുദ്ധന് കൂടുതൽ ഇഷ്ടം പച്ചവെള്ളത്തിൽ കുളിപ്പിക്കുന്നതിന് പകരം പാലിൽ കുളിപ്പിക്കുന്നതാണെന്നും അതാണ് കൂടുതൽ ഫലപ്രദമെന്നും അവൾ പറയുന്നു. ചൊവ്വാഴ്ച ദിവസം സൂര്യാസ്തമയ സമയത്താണ് ചടങ്ങ് നടത്തേണ്ടത്. ഇതിനുശേഷം പ്രതിമയുടെയോ അല്ലെങ്കിൽ ഫോട്ടോയുടെ ചുവട്ടിലായിട്ട് 4 മെഴുകുതിരികൾ കത്തിക്കുന്നു. അതിനു മുൻപ് പുഷ്പങ്ങൾ അർപ്പിക്കുകയും ധൂപം കത്തിക്കുകയും വേണം. ഫോട്ടോഗ്രാഫിന്റെ ഫ്രെയിമിന്റെ മുകളിൽ ഒരു തുണിയിൽ ഒരു ചെറിയ നാണയം കെട്ടിയിടുകയോ അല്ലെങ്കിൽ പ്രതിമയുടെ കാൽച്ചുവട്ടിൽ വയ്ക്കുകയോ വേണം. അത് കഴിഞ്ഞ് കള്ളനെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പണമോ വസ്തുക്കളോ തിരിച്ചു കിട്ടുവാനോ മോഷ്ടാവിനെ ശിക്ഷിക്കുവാനോ ആയിട്ട് ഒരു പ്രാർത്ഥന നടത്തും. ഉദ്ദിഷ്ട കാര്യം സാധിച്ചാൽ വിശുദ്ധന്റെ പേരിൽ 13 ഭിക്ഷാടകർക്ക് ദാനം നൽകാമെന്ന പ്രതിജ്ഞയും ഈ പ്രാർത്ഥനയെ ഉൾപ്പെടുന്നു. ഈ ദാനധർമ്മം എന്തുമാകാം. പണമോ വസ്ത്രമോ ഭക്ഷണമോ അങ്ങനെ എന്തും അനുവദനീയമാണ്. ഇങ്ങനെ 13 ദിവസം എല്ലാ വൈകുന്നേരവും സൂര്യാസ്തമയ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ വെറും 8 ദിവസത്തിന്റെ ഉള്ളിൽ അത് ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. അതേ സമയത്ത് വലിയ ആവശ്യങ്ങളാണെങ്കിൽ, അതായത് വലിയ മൂല്യമുള്ള വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ കൂടുതൽ സമയമെടുത്തേക്കാം. എന്തായാലും അന്തോണീസ് പുണ്യവാളിനോടുള്ള പ്രാർത്ഥന ഫലിക്കാതിരിക്കില്ല. 1 മാസത്തിന്റെ ഉള്ളിൽ ഉത്തരം കിട്ടിയിരിക്കും. മറ്റൊരു കാര്യം, സ്വന്തം അധ്വാനം കൊണ്ട് വാങ്ങിയ സ്വത്ത് കൈമോശം വന്നാൽ അത് വീണ്ടെടുക്കുവാനും അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട പണം വീണ്ടെടുക്കുവാനും വിശുദ്ധ അന്തോണീസിന്റെ പ്രതിമയ്ക്കോ ചിത്രത്തിന്റെയോ മുൻപിൽ തുടർച്ചയായിട്ട് 13 സായാഹ്നങ്ങളിൽ ധൂപവർഗത്തിന്റെ അകമ്പടിയോടെ ഒരൊറ്റ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി. കണിശമായിട്ടും ഉത്തരം ലഭിക്കുമെന്ന് പറയുന്നു. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും പഴയ ഹൈദരാബാദ് സംസ്ഥാനത്ത്, വിശുദ്ധ അന്തോണീസിനോടുള്ള ഇത്തരം പ്രാർത്ഥനകൾ കൂടുതൽ തീവ്ര സ്വഭാവമുള്ളതാണ്. അവർ സന്യാസിയുടെ പ്രതിമയുടെ പാദങ്ങൾ ഒരു ചരട് കൊണ്ട് ബന്ധിച്ചാണ് പ്രാർത്ഥിക്കാറ്. ഇത് അർത്ഥമാക്കുന്നത് അപേക്ഷിച്ച കാര്യം ശരിയാക്കി തന്നില്ലെങ്കിൽ കാലിലെ കെട്ട് ഞാൻ അഴിക്കില്ല എന്ന ഭീഷണിയാണ്. കാസിപേട്ട എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു പഴയ ആംഗ്ലോ ഇന്ത്യക്കാരന്റെ പ്രാർത്ഥനാ രീതിയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിക്കുന്നതും അതോടൊപ്പം രസകരവുമായിട്ടുള്ള സംഭവം. ഇവനൊരു പഴയ സൈനികനാണ്. വിശുദ്ധ അന്തോണിക്ക് ലേശം അനുസരണക്കേടുണ്ടെങ്കിൽ ഒന്നും മര്യാദ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാണോ അവനിങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കൊരു സംശയം തോന്നാതിരുന്നില്ല. ഇവൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവൻ വിശുദ്ധന്റെ പ്രതിമയോട് വളരെ ക്രൂരമായിട്ട് പെരുമാറും. ആദ്യം പ്രതിമയെടുത്ത് പൂന്തോട്ടത്തിലെ ഒരു പുളിമരത്തിൽ പൊരി വെയിലത്ത് കെട്ടിയിടും. എന്നിട്ട് മുളകുപൊടിയും അതുപോലെ മാരകമായിട്ടുള്ള എരിവുമുള്ള ചേരുവകളും ആ പ്രതിമയെ പുരട്ടും. പറഞ്ഞ കാര്യം എത്രയും വേഗം നടത്തി തരുവാനാണ് പാവം വിശുദ്ധനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. ഉദ്ദേശിച്ച കാര്യം നടന്നാൽ ആ പട്ടാളക്കാരൻ പ്രതിമയെ വീണ്ടും വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് വെള്ളത്തിൽ കഴുകി പാലിൽ കുളിപ്പിച്ച് പഴയ പീഠത്തിൽ പുനഃസ്ഥാപിക്കും. ഇതുപോലെ കന്യാമറിയത്തിന്റെ പ്രതിമകളോടും ഫോട്ടോഗ്രാഫുകളോടും ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. മറിയത്തോട് പ്രാർത്ഥിക്കേണ്ട ശരിയായിട്ടുള്ള ദിവസം വ്യാഴാഴ്ചയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന തുടർച്ചയായിട്ട് 8 വ്യാഴാഴ്ച ആവർത്തിക്കണം. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ അടക്കം ചെയ്തിട്ടുള്ള സെമിത്തേരികളിൽ ബന്ധുക്കൾ ചില ദിവസങ്ങളിൽ പാലും ഭക്ഷണവും വഴിപാടായിട്ട് ശവകുടീരങ്ങളിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് സർവ്വസാധാരണമാണ്. പരേതന്റെ ആത്മാവ് ഉയർന്ന മേഖലകളിലേക്ക് ദീർഘയാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവയെല്ലാം എന്നാണ് വിശ്വാസം. അന്ധവിശ്വാസങ്ങളും പുരാതനമായിട്ടുള്ള ആചാരങ്ങളും ഇന്ത്യയിലെ ക്രിസ്തു മതവുമായിട്ട് എത്രത്തോളം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഊന്നി പറയുക എന്നതാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നതിലൂടെ ഞാൻ ചെയ്യുന്നത്. അന്ധവിശ്വാസവും വിശ്വാസവും അജ്ഞാതമായിട്ടുള്ള ഭയങ്ങളും എല്ലാ സമുദായങ്ങളിലും എല്ലാ മതങ്ങളിലും മനുഷ്യരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞിരിക്കുന്നു. സവർണ ഹിന്ദുക്കളിൽ ഇത് വളരെ കൂടുതലാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ജാതകം. ജനനം മുതൽ ഒരു കുട്ടിയുടെ മരണം വരെ ജാതകം വളരെ സ്വാധീനം ചെലുത്തുന്നു. വിവാഹത്തിൽ ജാതകമാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഇന്ത്യയിലെ ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹ ചടങ്ങിന് മുൻപ് പരസ്പരം കാണുക എന്നതും വളരെ അപൂർവമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം നക്ഷത്രങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു. കലണ്ടറുകളിൽ മാസത്തിലെ എല്ലാ ദിവസവും 2 സമയ പട്ടിക കാണാം. അതിൽ മോശം സമയം, നല്ല സമയം എന്നർത്ഥമുള്ള രാഹുകാലം, ഗുളികാകാലം എന്നിങ്ങനെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഹിന്ദുക്കളും ഹിന്ദുക്കളല്ലാത്തവരും ഇത് ആചരിക്കുന്നു. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് പോവുകയോ അതുമല്ലെങ്കിൽ ഒരു ദൂരയാത്രയ്ക്ക് പുറപ്പെടുകയോ ചെയ്യുമ്പോൾ അവർ രാഹുകാലം നോക്കും. മോശം സമയം വരുന്ന ആ 1 മണിക്കൂർ അവർ പുറത്തേക്ക് ഇറങ്ങാറില്ല.
ആ സമയം കടന്നു പോകും വരെ അയാൾ ക്ഷമയോടെ നല്ല സമയം വരുവാനായിട്ട് കാത്തിരിക്കും. അതിനുശേഷമേ ആത്മവിശ്വാസത്തോടെ പുറപ്പെടൂ. കെന്നത്ത് ആൻഡേഴ്സന്റെ പ്രേതാനുഭവങ്ങൾ എന്ന കഥയുടെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ തീരുകയാണ്. ഇതിന് മൂന്നാമത് ഒരു പാർട്ട് കൂടിയുണ്ട്. അത് വൈകാതെ വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാവുന്നതാണ്.